കഴിഞ്ഞ ദിവസം രാത്രിയിൽ കലൂർ സ്റ്റേഡിയത്തിനടുത്ത് ബോയ് ഫ്രണ്ടിനെ കാത്തുനിന്ന ട്രാൻസ് വുമനെ സാമൂഹിക വിരുദ്ധരായ രണ്ടുപേർ ചേർന്നുകൊണ്ട് കമ്പിപ്പാര കൊണ്ട് കാല് തല്ലിയോടിച്ച സംഭവത്തിൻ്റെ സത്യാവസ്ഥ ഇതാണ്. രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാം ഞങ്ങളുടെ ക്രൈം റിപ്പോർട്ടർ ശിവകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. നമസ്കാരം, കേരള സ്റ്റോറി ടിവിയിലേക്ക് എല്ലാ മാനപ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് 33-കാരി ട്രാൻസ്ജെൻഡർ യുവതിയുടെ അടുത്താണ്. നിങ്ങളെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു വ്യക്തി അതിക്രൂരമായി മർദ്ദിച്ചതാണ് ഇപ്പോൾ സോഷ്യൽ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാവുന്നത്. എന്താണ് ഉണ്ടായത്? എൻ്റെ മമ്മിക്ക് സുഖമില്ലാതിരിക്കുന്നു. പാലാരിവട്ടം അമൃത പാലാരിവട്ടം മെട്രോ സ്റ്റേഷൻ അടുത്ത് തന്നെ കാർ ഷോറൂമിൻ്റെ അടുത്ത് താമസിക്കും. എന്നെ കണ്ടിട്ട് വന്ന് ഒരു ഏകദേശം ഒരു 1:30 മണി ആ സമയത്ത് ഞാൻ മെട്രോ സ്റ്റേഷൻ്റെ ഒരു ചവിട്ടുപടിയുണ്ട്, അവിടെ കുട്ടികളൊക്കെ വന്നിരിക്കാറുണ്ട്, രാത്രിക്ക് വന്നിരിക്കാറുണ്ട്. അവിടെ തൊട്ടടുത്ത് തന്നെ 24 ഒരു ചായക്കടയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മിക്കപ്പോഴും ഫ്രണ്ട്സൊക്കെ പുറത്തുണ്ടാവും, ഞങ്ങളുടെ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ടൈമിൽ എനിക്ക് തീരെ സുഖം, പനി കൂടിയാണ്. അമ്മയ്ക്ക് സുഖമില്ല, എനിക്ക് സുഖം. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് വയ്യ, അങ്ങനെ കൊണ്ടുവരാൻ പറയാമെന്ന് വെച്ചാൽ ആൾ ഒരു സ്ഥലം ഒരാൾ വരാമെന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്തിരിക്കണം. ഞാനത് റേസ് നോക്കിക്കൊണ്ടിരിക്കണം. ആ ടൈമിന് പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിൽ കൂടി ഒരാൾ ഒരു വടി പിടിച്ചിട്ട് വരിക. എന്നിട്ട് ചോദിക്കാം, മുടി വളർത്തിയ കുട്ടി അറിയാം, മുടി വളർത്തിയ ആളറിയാമെന്ന് വെച്ചാൽ അറിയില്ല എന്ന് പറഞ്ഞു. അറിയില്ല എന്ന് പറഞ്ഞത് മാത്രം ഓർമ്മ. പിന്നെ ഒരു വടി ഇങ്ങനെ എടുത്തിട്ട് ഒരടി വരിക. അപ്പം ഞാൻ എനിക്ക് എന്തോ ഒരു സംശയം തോന്നിച്ചിരുന്നു, തല്ലോന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അടിക്കുന്ന സമയത്ത് തന്നെ കൈയും ഫോണും കൂടി ഇങ്ങനെ തടഞ്ഞപ്പോൾ എൻ്റെ മതത്തിൽ പറ്റുന്നതാണ് ഈ ഓടിയെല്ലാം തടഞ്ഞിട്ട് തന്നെ എൻ്റെ ചെറുവിരൽ ചളങ്ങിപ്പോയി ശരിക്കും. പിന്നെ ഞാൻ ആകെ പാനിക്കായി, എനിക്ക് ഭയങ്കര ബ്ലറായി. പിന്നെ തടി കാലിനിട്ടാ കൊണ്ടത്. പിന്നെ എഗെയിൻ ആള് തല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ അവിടെ നിന്ന് എണീറ്റ് ഓടി യൂബറുകാരൻ്റെ ടാക്സിക്കാർ 2 പേര് ഇടപെട്ടു. അതിൻ്റെ ഒരു ടാക്സിക്കാരൻ്റെ അടുത്തോട്ട് ഓടി ചെന്നതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ള അടിയൊന്നും കിട്ടിയില്ല. ഇയാൾ നോൺ സ്റ്റോപ്പായിട്ട് പിന്നെ എന്തൊക്കെയോ പറഞ്ഞു. ഈ കൊച്ചിയിലെ ട്രാൻസ്ജെൻഡേഴ്സിന് എന്ത് സുരക്ഷിതത്വമാണ് സാമൂഹ്യ നീതി വകുപ്പ് ഉറപ്പാക്കിയിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. മനുഷ്യർക്ക് കൊടുക്കുന്ന പരിഗണനയോ അല്ല. പട്ടിയുടെ പരിഗണന ഉണ്ടോ? പട്ടിയുടെ പരിഗണന പോലും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ കളിച്ചത്. റോഡിൽ കടന്ന് ട്രാൻസ്ജെൻഡർ അടി കൊണ്ട് കഴിഞ്ഞാൽ ഒരു പട്ടിയുടെ പരിഗണന കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പരിഗണനയില്ല, ഒരു രീതിയിലുള്ള പരിഗണന ഇല്ല എന്ന് തന്നെ പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സുരക്ഷിതത്വം ഇല്ല. ഈ കേരളത്തില് ഞങ്ങൾക്ക് സുരക്ഷിതത്വം ഇല്ലാന്ന് തന്നെ പറയാം. 4ാമത്തെ സംഭവം തോന്നുന്നു ഈ ഒരു മാസം നടക്കുന്നല്ലേ? അതെ. ഏതാ ആളെന്നെ തല്ലിയതിന് ശേഷം ഞാൻ റോഡ് ക്രോസ് ചെയ്ത് കുട്ടികളൊക്കെ കൂടിയായിരുന്നു. അപ്പോൾ ആരും ഇടപെടില്ല. ഈ കയ്യിൽ ഇരിപ്പോടി ചെയ്തത് ആൾ നടന്നങ്ങോട്ട് പോയി. റോഡ് വേറെ ആള് ഉദ്ദേശിച്ച ആൾക്കാരെ തട്ടിയാണ് ആൾ പോയത്. ഞാൻ റോഡ് ക്രോസ് ചെയ്ത് ഭയങ്കര ബ്രൂട്ടലായിട്ട് തല്ലിയതൊന്നും എനിക്ക് നടക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. എവിടെയൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട് ശിവാനിക്ക്? കൈ, വലത്തെ കൈ നന്നായിട്ട് പരിക്കും, 2 കാലിനും പരിക്കും, ശരീരത്തിലുള്ള ചതവുണ്ട്. എന്നിട്ട് ഞാൻ കിടക്കേണ്ടി വരും എനിക്കറിയില്ല, ഞാൻ പറ്റിയത് വീട്ടുകാരും. അതെ, റോഡ് ക്രോസ് ചെയ്തപ്പോൾ തന്നെ അവിടെ എങ്ങനെയോ റോഡ് ക്രോസ് ചെയ്തിട്ട് ഒരു ടാക്സിക്കാരൻ്റെ കൈ കാണിച്ച് ഞാൻ പറഞ്ഞ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് ചോദിച്ചു. അപ്പോൾ അയാളുടെ വണ്ടിയിലാണ് ഈ വീട്. അപ്പോൾ ആള് പറഞ്ഞ് പാസഞ്ചർ ഉണ്ട്, ഞാൻ കൊണ്ടുവന്നാക്കിയിട്ട് വരാം, ഞാൻ നിങ്ങൾക്ക് വീഡിയോ തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഈ അയാളുടെ നമ്പർ വേറെ ഒരാളുടെ അടുത്ത് കൊടുത്തിട്ട് ശരി ചേട്ടാന്ന് പറഞ്ഞാൽ ആ പുള്ളി പോയി. ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നപ്പോൾ എന്നെ ഇങ്ങനെ തല്ലി ചതച്ചിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാവരും അറിയാവുന്ന പോലീസുകാരാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നേരെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അഡ്മിറ്റായി ചെന്നപ്പോൾ തന്നെ കൈക്കൊക്കെ സ്കാനൊക്കെ ചെയ്തു. കൈക്ക് ഫ്രാക്ചർ ഉണ്ട്, പ്ലാസ്റ്റർ ഇട്ടു. പോയ ടൈമിൽ തന്നെ മറ്റേ അടികൊണ്ട് വേറൊരു കുട്ടിയുണ്ടായിരുന്നു. ഞാൻ അപ്പോഴാണ് അറിയണം വേറൊരു കുട്ടിക്ക് അടി. അതായത് കൊച്ചിയിൽ നിങ്ങൾക്ക് അടി കിട്ടി അതേ സമയത്ത് തന്നെ മറ്റൊരു ട്രാൻസ്ജെൻഡർ യുവതിക്കും കൂടി അടി കിട്ടിയതായിട്ട് കേട്ടല്ലോ? കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പ് വേറെ വിഷയം തന്നെ ഇവരുടെ അടുത്താണ്. അങ്ങനെ ആള് മൊത്തത്തിൽ എല്ലാവരും തല്ലിച്ചതക്കാനും കൊല്ലാനും വേണ്ടിയാണ് വന്നത്. ശരിക്കും അത് അയാൾ വിളിച്ച് പറയണുണ്ടായിരുന്നു.
ആയുധങ്ങൾ വരുന്ന കയ്യിൽ കണ്ടായിരുന്നോ? ആ ഒരു ഇരുമ്പ് പടിയാ കയ്യിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കണ്ടു നിന്നവര് പറഞ്ഞത് അതൊരു വണ്ടിയിലെ ആള് ഒരു മലിനജലം ജാക്കി ലിവർ വല്ലതാണോ അത്? ജാക്കി ലിവർ എന്നാ പറയുന്നത്. മലിനജലം കൊടുക്കണ വണ്ടിയിൽ അത് ഉണ്ടാവും എന്നൊക്കെ പറയുന്നത്. കല്ലുണ്ടാക്കുമ്പോൾ വർഷങ്ങളുടെ ആവശ്യം വരുന്നൊക്കെ പറയുന്നത്. ആ വടി വെച്ചാ തല്ലിയത്. അപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അറ്റാക്കിൽ നിന്ന് നിങ്ങൾ റിക്കവർ ആയിട്ടില്ലല്ലേ? ഇല്ല. എന്നോട് പോലീസുകാർ പറഞ്ഞു ഇയാൾക്ക് വല്ല കൗൺസിലിങ്ങിന്റെ ആവശ്യമുണ്ടോ? ശരിക്കും അയാളെ കാണുമ്പോ ഒരു എന്ത് പേടിയാ. ഒരു സ്വപ്നത്തിലൊക്കെ കെട്ടിയിടില്ല അയാളെ ഓർത്ത് തന്നെ. അത്രയും ഒരു ക്രൂരനായിട്ടുള്ള മനുഷ്യൻ ശരിക്കും. ഒരിക്കലും എന്താ പറയുക, ആ സിനിമയിലെ കാണുന്ന പോലെയൊക്കെ ക്യാരക്ടർ ഒരിക്കലും ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ശരിക്കും ഒരു മൃഗത്തിനെ പട്ടീനെയൊക്കെ തല്ലിച്ചതൊക്കെ പോലെ ശരിക്കും അയാൾ തല്ലിച്ചത്. എനിക്ക് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് റിക്കവറായി നടക്കാനൊന്നും പറ്റണം. ആ കുട്ടിക്ക് അത്ര പോലും പറ്റും. ആ കുട്ടിയുടെ ഒരു വൺ സൈഡ് ഫുള്ള് അടിച്ച് നശിപ്പിച്ചാണ് സാധിച്ചു. ഞങ്ങൾക്ക് എങ്ങനെ ഇത് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. അത്രയും ബോഡിയിൽ ഇഞ്ചുറീസും പട്ടികളെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ സംരക്ഷിക്കാൻ പീപ്പിൾ ഫോർ ആനിമൽസ് ഉള്ള നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ട്രാൻസ്ജെൻഡർ ആയി എന്നൊരൊറ്റ തെറ്റ് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. അവരും മനുഷ്യരാണ്.